ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ അക്ഷരത്തിലും എനർജി ഉണ്ടോ? പേര് എങ്ങനെ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു? നമ്മൾ ദിവസവും കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് നമ്മുടെ പേരാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എ എന്ന അക്ഷരത്തിനും എസ് എന്ന അക്ഷരത്തിനും ഒരേ എനർജിയാണോ? അല്ലെങ്കിൽ ഓരോ അക്ഷരത്തിനും വ്യത്യസ്ത വൈബ്രേഷൻ ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ രഹസ്യം നോക്കാം. ന്യൂമറോളജി പ്രകാരം ഓരോ അക്ഷരവും ഒരു ശബ്ദമാണ്. ഓരോ ശബ്ദവും ഒരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കും. ഉദാഹരണം: എ സൗണ്ട് സ്ട്രോങ് ഓപ്പണിംഗ് എനർജി, എം സൗണ്ട് കാം ആൻഡ് ഇമോഷണൽ എനർജി. പേര് ദിവസവും പല തവണ വിളിക്കപ്പെടുമ്പോൾ ആ എനർജി ആക്റ്റീവ് ആകുന്നു. ഇവിടെ സിമ്പിളായി പറയാം: AIJOY ലീഡർഷിപ്പ് ആൻഡ് ഇൻഡിപെൻഡൻസ് എനർജി, BKR ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ് വൈബ്രേഷൻ, CGLS ക്രിയേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എനർജി, DMT പ്രാക്ടിക്കൽ ആൻഡ് സ്റ്റേബിൾ എനർജി, EHNX ബിസിനസ് ആൻഡ് മണി അട്രാക്ഷൻ, UVW ട്രാവൽ ആൻഡ് ഫ്രീഡം എനർജി. അതായത് പേര് ഏത് അക്ഷരങ്ങൾ കൂടുതലാണോ അതനുസരിച്ച് പേഴ്സണാലിറ്റി ഷേപ്പ് ആകും. ബാലൻസ്ഡ് നെയിം, വവൽ ആൻഡ് കൺസോണന്റ് മിക്സ്, സ്മൂത്ത് പങ്ക്ച്വേഷൻ, സ്മൂത്ത് പ്രൊണൗൺസിയേഷൻ, പോസിറ്റീവ് സൗണ്ടിങ്. അൺബാലൻസ്ഡ് നെയിം, ഹെവി കൺസോണൻസ്, വെരി ഡിഫിക്കൽട്ട് പ്രൊണൗൺസിയേഷൻ, റിപ്പീറ്റിംഗ് ഹാർഷ് സൗണ്ട്. ഇത് ഡിലേ ആൻഡ് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ചിലർ പേരിൽ എച്ച് ചേർക്കും, ചിലർ ഡബിൾ ലെറ്റർ ഇടും. ഇത് വൈബ്രേഷൻ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യും. പക്ഷേ റോങ് കറക്ഷൻ ചെയ്താൽ എനർജി ഇൻബാലൻസ് വരാം. അതുകൊണ്ട് അനലൈസിസ് ഇല്ലാതെ പേര് മാറ്റരുത്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം കമൻറ്റിൽ എഴുതൂ. ആ അക്ഷരത്തിൻ്റെ എനർജി എന്താണെന്ന് ഞാൻ റിപ്ലൈ ആയി പറയും. ഇത്തരത്തിലുള്ള നെയിം ന്യൂമറോളജി സീരീസ് തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.